ലീനയുടെ ഒപ്പം നിന്ന ഔദക്കുട്ടിയെ തല്ലി സ്റ്റാലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ബാലചന്ദ്രനാണ്. ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തിയുടെ അടുത്ത് പറയുകയാണ്, നിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും പുറത്തുള്ള ഒരു പട്ടിയുടെ കൂടെ ജീവിക്കുന്നതായിരിക്കും ഏറ്റവും ഭേദമെന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്ര, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയുന്നു. മദ്യപിച്ചിട്ട് ലെഗ് കെട്ട് വന്നിട്ട് എന്നോട് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയാമെന്ന് വല്ല വിചാരമുണ്ടെങ്കിൽ അത് ആൾ മാറിപ്പോയിട്ടോ എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. എനിക്കറിയാടി വൈജയ്, നിൻ്റെ മനസ്സിലെന്താണെന്നും നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നിന്നെ നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിട്ടാണ് ഈ ബാലചന്ദ്രൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങളെന്നെ എന്താ അറിഞ്ഞു എന്നാണ് ബാലചന്ദ്ര ഈ പറയുന്നത്? നിങ്ങൾ എന്നെക്കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ ഒന്നും അറിയാനില്ല എന്ന് പറയുന്നു. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു. ഇപ്പോഴും മരിച്ച പോലെ തന്നെയാണ് താൻ ജീവിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് നീ ചെയ്ത കാര്യങ്ങൾ, നീ ചെയ്ത പ്രവൃത്തികൾ ഒക്കെ അറിഞ്ഞിട്ട് എനിക്ക് തന്നെ നാണമായിട്ട് പാടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം ഞാൻ എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ദേ അച്ഛാ മതി, ഇപ്പോൾ ഒരു വഴക്ക് വേണ്ടാന്നേ എന്ന് പറയുമ്പോൾ, അമ്മ മര്യാദയ്ക്ക് പൊക്കോ, അല്ലെങ്കിൽ അച്ഛൻ്റെ വായിലിരിക്കുന്നത് എല്ലാം വാങ്ങി കൂട്ടേണ്ടി വരുമെന്ന് കൃഷ്ണമോൾ പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം നിൻ്റെ അച്ഛനെന്താ എന്നെ മൂക്കിൽ വലിക്കോ എന്ന് ചോദിക്കുമ്പോൾ, ചിലപ്പോൾ വലിച്ചെന്ന് വരും. അമ്മയുടെ ആങ്ങളമാർക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നു, മൂക്കിൽ വലിക്കുമോ ഇല്ലയോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ മിണ്ടാതിരിക്കി, ഞാൻ അച്ഛനെ കൊണ്ട് കിടത്തിയിട്ടെ ഒന്ന് മര്യാദയ്ക്ക് എന്ന് പറയുമ്പോൾ, ഒരച്ഛൻ, അയാൾക്ക് വല്ല ബോധമുണ്ടോ, മദ്യപിച്ച് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ, എടി വൈജയ്, ഇനി ഞാനും നീയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിന്നെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ ഞാൻ സ്വയം ഇല്ലാതാകുമെന്ന് പറയുന്നു. ഇനി എന്തായാലും ആശുപത്രിയിൽ കിടന്ന് നരകിക്കാനൊന്നും ഞാൻ തീരുമാനിക്കുന്നില്ല. ഞാൻ അടുത്ത പോക്കിന് തീർച്ചയായും ഇല്ലാതാവുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുകയാണ് അപ്പൻ്റെ മനസ്സ് മാറാൻ. ഇവിടെ കൃഷ്ണമോളാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെയും കൊണ്ട് മുകളിലേക്ക് എത്തുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ തകർത്തഭിനയിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത്, മോളെ, ഞാനേ നിൻ്റെ അമ്മയെ പറഞ്ഞത് ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള ബോംബ് അവൾക്കെതിരെ പ്രയോഗിക്കാറായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവൾ എന്തൊരു കൂളായിട്ടാണ് നമ്മളെയൊക്കെ വിഡ്ഢിയാക്കുന്നത്, അവൾ എന്തൊരു സുഖമായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ല അച്ഛാ, അച്ഛൻ എന്തിനാണ് മദ്യപിച്ചത്? എന്താവശ്യകതയുണ്ടായിട്ടാണ് അച്ഛനിപ്പോൾ മദ്യപിച്ചത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ, മോളെ, അത് പിന്നെ അച്ഛൻ മദ്യപിച്ച് പോയി, നീ അച്ഛനോട് ക്ഷമിക്കെന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടെ അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ മദ്യപിക്കുമായിരുന്നോ എന്നൊരു ചോദ്യം ആര് ചോദിക്കുന്നു? നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നു. മോളെ, ആ ചോദ്യം ഇപ്പോൾ ചോദിക്കേണ്ട പ്രസക്തി എന്താണ്? ഇപ്പോൾ അവളിവിടെ ഇല്ലാലോ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അലീന ചേച്ചി ഉണ്ടെങ്കിൽ അച്ഛൻ മദ്യപിക്കില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നു. പിന്നെ അവളുടെ സ്നേഹവും കണ്ണീരൊക്കെ കണ്ട ആരാ മദ്യപിക്കുക? അവൾ ആർക്കാ കരയിക്കാനായിട്ട് സാധിക്കുക? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവളുടെ മുമ്പിൽ മദ്യവും കാര്യങ്ങളൊന്നും കഴിക്കാത്തത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെക്കാളും മുകളിലാണ് അലീന ചേച്ചി അല്ലേ എന്ന് പറയുമ്പോൾ,
മോളെ എന്ന് പറയുമ്പോൾ അത് ഞാനൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല, അച്ഛൻ്റെ നല്ല മനസ്സാണത് എന്ന് പറയുന്നു. അമ്മ വഴിതെറ്റി സഞ്ചരിച്ചിട്ടും അച്ഛൻ അമ്മയുടെ മകളെ ചേർത്ത് പിടിച്ചില്ല. അത് അച്ഛൻ്റെ ഗുണം തന്നെയാണ്. എങ്കിലും അച്ഛൻ ഈ മദ്യപാനം നിർത്തണം, മദ്യം ഒഴിവാക്കണമെന്ന് കൃഷ്ണ ബാലചന്ദ്രനോട് പറയുകയാണ്. ഒടുവിൽ ബാലചന്ദ്രനെ മുറിയിൽ കൊണ്ട് കിടത്തുകയാണ് കൃഷ്ണ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് കൃഷ്ണ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് എന്ന് കാണാം. അലീന ചേച്ചിയെ കൊണ്ടുവരാനോ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ ശ്രമിക്കുകയോ എന്നൊക്കെ കണ്ട് തന്നെ കാണണം. ഇവിടെ സ്റ്റാലി രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോഴതാ ഔതക്കുട്ടിയെ വിളിക്കുകയാണ്. അപ്പച്ചൻ ഭക്ഷണവും കാര്യങ്ങളും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതെ, എനിക്കും വേണ്ടടാ, എനിക്ക് ഒരു സാരവും വേണ്ട, ഞാനും നിരാഹാരമാണ് എന്ന് പറയുന്നു. അപ്പച്ചനും നിരാഹാരമോ? അപ്പൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇത് ആർക്ക് വേണ്ടിയാണ് ഈ നിരാഹാരമൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പച്ചൻ്റെ മക്കളൊക്കെ നല്ല നിലയിലായല്ലോ, ഒരുപാട് പൈസയുമുണ്ട്, വലിയ പ്രശ്നങ്ങളുമില്ല, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നു. ഇതേ മക്കൾക്ക് വേണ്ടിയല്ല, എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. പേരക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ അപ്പച്ചൻ ഇനി ഇവിടെ ഒരു ദിവസം പോലും നിൽക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ അപ്പച്ചൻ വണ്ടിയെടുത്ത് വിട്ടോ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം അത് പിന്നെ സ്റ്റാലി, ഇത് നിൻ്റെ വീടാണെന്ന് കരുതി നീ പറയുന്നത് എല്ലാം അനുസരിക്കാനും നീ പറയുന്നത് എല്ലാം ഉൾക്കൊള്ളാനും ഈ എന്നെ കിട്ടില്ല. ഞാനേ നിൻ്റെ അപ്പനാ, നിൻ്റെ അപ്പൻ, മനസ്സിലായോ? ഇനി മുതലേ ഞാൻ ചിന്നമ്മയുടെ സൈഡിലാണ്, നിന്നെ തോൽപ്പിച്ചിട്ട് തന്നെ ഉള്ളൂടാ സ്റ്റാലി കാര്യം എന്ന് പറയുന്നു. നിൻ്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞുനാൾ മുട്ട് ചെയ്തത് ഞാനല്ലേ, ആ എന്നെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ തോൽപ്പിക്ക്, ഇനി ഞാനും ചിന്നമ്മയും കൂടി നിന്നെ തോൽപ്പിച്ചിരിക്കും എന്ന് പറയുന്നത് കാണാം. ഇതേ സമയം സ്റ്റാലിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഔതക്കുട്ടിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഔതക്കുട്ടി പറയുന്ന കഥയൊക്കെ കേട്ട് കൂടെയുള്ളവരാണെങ്കിൽ ചിരിക്കുകയാണ് ജോലിക്കാർ, പൗലോസും നമ്മുടെ ഇവനൊക്കെ കാര്യസ്ഥനായ ആൻ്റപ്പനൊക്കെ. ഇതേ സമയം സ്റ്റാൻലി ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ സ്റ്റാലിനെ ചിലപ്പോൾ പ്രകോപിപ്പിക്കുമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വല്യപ്പച്ചനെ പുറത്താക്കാനുള്ള ഒരു വല്ല സാധ്യതയും ഉണ്ടായിരിക്കും. പക്ഷേ വല്യപ്പച്ചൻ എന്തായാലും അലീനെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയില്ല എന്നും കാണാൻ ചിലപ്പോൾ സാധിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ ഒരു ഊഹം മാത്രമാണ്, എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ട് തന്നെ കാണണം. സബ്സ്ക്രൈബ്